ഇന്ന് നമുക്ക് കുക്കറിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഗ്രീൻ പീസ് കുർമ തയ്യാറാക്കാം കേട്ടോ. വളരെ ടേസ്റ്റി, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം ഈ ഒരു പ്രൊസീജിയറിൽ. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടല്ലോ കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി കുർമ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഹേ ഗായ്സ്, ഇറ്റ്സ് മീ സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. കുർമ തയ്യാറാക്കാനായി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് 1 കപ്പ് ഫ്രഷ് ആയിട്ട് ചെറിയ നാളികേരം ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു 8 to 10 കാഷ്യൂനട്ടും ഒരു അരപ്പിടി നമ്മുടെ പൊട്ടുകടല ആഡ് ചെയ്ത് കൊടുക്കാം. റോസ്റ്റഡ് ഗ്രാമാണ് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്ത് ഒരു കുറച്ച് നമുക്ക് ആവശ്യമനുസരിച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒരു ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോ, ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ആ കൂട്ടത്തിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ഏലക്കായ, ഒരു പട്ട, ഒരു സ്റ്റാർ അനൈസ്, ഒരു 3 ഗ്രാമ്പൂവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലോട്ട് ഒരു ബേ ലീവ്സ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യാം. അതിൻ്റെ ഫ്ലേവർ എല്ലാ ഭാഗവും നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അവയെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. പെരിഞ്ജീരകം എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു 3 മീഡിയം സൈസുള്ള സവോള തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് സവോള ഒരു ട്രാൻസ്ലൂസൻറ്റ് ഫോം ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു പിടി പുതിനയിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വക ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2 മീഡിയം സൈസ് തക്കാളിക്ക പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വക എല്ലാം മിക്സ് ആയതിനു ശേഷം ഇതിന് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ, അതായത് എരിവുള്ള മുളക് പൊടിയും, ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂണ് നമുക്ക് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ആ ഒരു മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം ഞാനിവിടെ 1.5 കപ്പ് ഗ്രീൻ പീസ് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം രാത്രി തന്നെ. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാനൊരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ ഒരു 3 ചെറിയ പീസ്, അതായത് ചെറിയ കിഴങ്ങ് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ മസാലകളെല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുന്നേ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നാളികേരത്തിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് ആവശ്യമനുസരിച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 3 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു പച്ചമുളകിൻ്റെ പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും എരിവും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു കുർമയ്ക്ക് ഇനി നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2 വിസിൽ വന്നതിന് ശേഷം ദാ നോക്കിക്കോളൂ, നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, നോക്കിക്കോളൂ, വളരെ സൂപ്പറായിട്ട് നമ്മുടെ ഈ ഒരു കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഇതേ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് ഒരു ബോയിൽ വന്നതിന് ശേഷം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ഗ്രീൻ പീസ് കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. അടിപൊളി, വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കുർമ നമ്മുടെ ഇവിടെ സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.